ഈ വീഡിയോയിലെ എങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഇത് ക്യാമറ ഇവിടെ എത്ര മണിയായിട്ടുണ്ട് കേട്ടോ? എനിക്കിഷ്ടപ്പെട്ടത് പെട്ടെന്ന് എടുത്തു പെട്ടെന്ന്. ഇവിടെ എത്ര മണിയായിട്ടുണ്ട് കേട്ടോ? രാവിലെ വൈകുന്നേരം 8 മണി. നല്ലോണം ആളുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ഇറച്ചി പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ വാർത്ത വരാറുണ്ട്. ഇവിടെ അതിനെ മാർക്കറ്റിംഗ് പ്രോഡക്റ്റാണ്. ഇരുവെല്ലാം സൈഡിൽ ഒരെണ്ണമുണ്ട്, എടുത്തുണ്ട്. നമ്മളിക്കാൻ്റെ ചായ കട്ട ഉണ്ട് കേട്ടോ. കട്ടയുണ്ട്. പക്ഷേ ഇതേ കട്ടൻ വേണം. കട്ടൻ വേണം. രണ്ട് കട്ട. കാപ്പി വേണോ ചായ വേണോ? കട്ടൻ ചായ വേണോ കട്ടൻ കാപ്പി വേണോ? ഒരു ചായയും ഒരു കാപ്പി. വെള്ളത്തെ പറ്റി പറയാം. അതായിരിക്കും സംഭവം. നീ കിഴങ്ങ് അത് വാങ്ങിച്ചതിന് നീ കിഴങ്ങ് വാങ്ങിച്ചില്ലേ? കിഴങ്ങ് എന്താ പേര്? കപ്പ. പൊറോട്ടയും കപ്പയും കൂടെ എടുത്ത് കഴിക്കും. ഇത് നീ വീഡിയോയിലെ എങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഇത് നല്ലതാണ്. നല്ല സാധനം കാണുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് മറ്റേ കൊട്ടാരക്കര വീഡിയോയിൽ നല്ല സാധനമാണ്. അതേപോലെ റീച്ചായി. പലയിടത്തെ ആണെന്നുള്ള മെൻഷൻ ചെയ്യല. എനിക്ക് പലയിടത്തും ബീഫ് ഇഷ്ടപ്പെടാതെ ഭയങ്കര കട്ടിയായി. കട്ടി പീസ് റബ്ബർ പോലെ ഇരിക്കും. മറ്റേ അരപ്പുമായിട്ട് നെൽറ്റായിരിക്കും. കപ്പയും അതുപോലെ തന്നെ. മറ്റേ നമ്മൾ കിഴക്കൻ തട്ടുകടയിൽ പോയില്ലേ, അപ്പോൾ അയാൾ പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറുകുന്ന ചൂടത്ത് കിടന്നു. ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. കപ്പയും നല്ല ഉടനെ അതുപോലെ ബീഫ് ഉടഞ്ഞിരിക്കണം. അതൊരു അങ്ങനെ കിട്ടാറില്ല. നമ്മളവിടെ കിച്ചുൻ്റെ അമ്മയില്ലേ മഞ്ജാമി ബീഫ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കും. തൊട്ടടുത്ത ദിവസം എടുക്കുമ്പോഴാണ് കിട്ടുന്ന ടേസ്റ്റ്. ഇതിൻ്റെ ഒരു കണ്ടൻറ്റാണ് ചൂടായണ്ടേ രണ്ടും തൊടാൻ പറ്റും. കാപ്പി രണ്ടും ചായയാണ്. ഓക്കെ വിചാരിച്ച് ഇത്ര ഉള്ളത്. അധികം ചൂട് കുടിക്കണ്ടെന്ന് പറഞ്ഞോ അല്ലേ? കുടിക്കുമ്പോഴത്തേക്ക് ഒരു കുളിപ്പുണ്ടാവുന്നു. അധികം ചൂട് അധികം തണുപ്പും. നമ്മൾ അത് ഉപയോഗിക്കാൻ വന്നാണെങ്കിൽ മനസ്സിലായിട്ടാണ് അങ്ങനെ 15 ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ. ഇല്ല മനസ്സിലായില്ലെങ്കിലേ അവർക്ക് കോൺഫിഡൻസ് ആകും. ആർക്കെങ്കിലും ഇതിന് കുറ്റം പറയാൻ പറ്റും. ആർക്കെങ്കിലും ഇതിന് കുറ്റം പറയാൻ പറ്റുമോ? എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തോ? അല്ല അതല്ലേ മറ്റേ കാട്ടാക്കട പോയല്ലേ? ഇത് എത്ര വർഷമായിട്ടാ കട തുടങ്ങിയിട്ട്? 40 കൊല്ലേ? ചേട്ടനാണ് സ്മൃതി. അത് കട്ടിയിടും. ബജി എൻ്റെ ഫേവററ്റാണ്. പക്ഷേ ഇപ്പം കഴിക്കാൻ ചൂടല്ലേ? നമുക്ക് വളർത്തുന്ന കറി കയറുമില്ല. മീ കറി കയറും. ശ്രീജിത്തിൻ്റെ ചായക്കറി അറിഞ്ഞൂടെ? അതല്ല ബീഫ്. നീ എവിടെ? ബീഫ് വേണോ? ബീഫ് വേണോ നിങ്ങൾക്ക്? വാങ്ങിട്ടോ. ഓക്കെ. കപ്പയും പൊറോട്ടയും
രണ്ടും എടുക്കാനാ എവിടെ നിന്ന് കഴിയും? ഇതാരും ഞാൻ എന്തിനാന്ന് വിചാരിച്ചു. ആ വന്നിട്ടുണ്ടോ അവിടെ? അതെ ഇല്ല, അതിൻ്റെ ഒരു തൊട്ടപ്പുറത്താണ്. ഞാൻ അറിഞ്ഞൂടാ, എനിക്കറിയാം. ഒരു ബോർഡ് പോലും ഇല്ലല്ലോ ഇവിടെ. വെളിയിൽ നിന്ന് ചായക്കട എന്നല്ലേ തോന്നുള്ളൂ. ചായ അതിനാണ് അവരങ്ങനെ വന്നത്. ചൂടായുണ്ട് ആറ്റ ചായ വേണം. കാപ്പി വേണോ? വേണ്ടേ വേണ്ട. ഞാൻ ഇത് എനിക്ക് ഇവിടെ വരുന്ന 10 ദിവസമോ ഞാൻ തിരഞ്ഞു കുടിക്കും. വെള്ളമില്ലേ. കൊള്ളാം, പക്ഷേ ചായയുടെ ഒരു ചേട്ടാ, 2 ബീഫ് പാഴ്സൽ, 1 സെറ്റ് പൊറോട്ട, 1 സെറ്റ് കറി. മനുഷ്യർ കുറവെന്ന് പറഞ്ഞിരിക്കുകയാണ്, ആവശ്യത്തിലധികം മനുഷ്യർ കിട്ടി. നിനക്കിവിടെ ഞാൻ വരുന്ന സമയത്ത് നിൻ്റെ കൂടെ വന്ന് എല്ലാ കണ്ടന്റിലും എൻ്റെ തല കാണണം. എന്നിട്ട് ഞാൻ അവിടെ പോയിരിക്കുന്ന ഓരോ ദിവസം ഞാൻ ഇവിടെയാണെന്ന് വിചാരിക്കുന്നു. എടുക്കണ്ടല്ലേ? രണ്ട് കപ്പ, 5 പൊറോട്ട, 2 കറി, 540. ഇത് ബീഫ് എത്രയാണ്? ബീഫ് 100, ഫുള്ള് 100. കപ്പ രാവിലെ വേറെ കറിയൊന്നുമില്ല. രാവിലെ താറാവ് മുട്ടക്കറിയുണ്ട്, കറിയുണ്ട്, പിന്നെ കടലക്കറി, പിന്നെ രാവിലെ പുട്ട് പോയാൽ രാവിലെ ഉച്ച തൊട്ട് ഇത് തന്നെ. ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ ഇത്. വൈകുന്നേരം വരെ കടലക്കറി, ദോശ, ഊണം ഊണ് ഉച്ചയ്ക്ക് അതുകൊണ്ടായിരുന്നു. അതുണ്ട്. അത് ഊണ് പരിപാടിയുണ്ടോ? ഉച്ചയ്ക്ക് ഊണൊക്കെ എത്ര? ഊണ് മാത്രം 50, ഊണ് മീനും കൂടെ തന്നു കൊടുക്കും. ചുറ്റുമ്പലം കൊടിമരം മജീഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്